മലപ്പുറത്ത് നിന്ന് വന്നിട്ടുള്ള ബോക്സാണ് കേട്ടോ ഈ അൺബോക്സ് ചെയ്യുന്നത്. ഇത് അച്ഛനും അമ്മയും കൂടെ സേഫ് എക്സ്പ്രസ് വഴി അയച്ചു തന്നിട്ടുള്ളതാണ്. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അയച്ചു തന്നതാണ് കേട്ടോ ഇത്. തുറക്കാൻ ഞാൻ കുറച്ച് പാട് വിട്ടിട്ടുണ്ടായിരുന്നു, കാരണം നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് അച്ഛനും അമ്മയും ഇത് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സേഫായിട്ട് തന്നെ സാധനങ്ങളെല്ലാം ഞങ്ങളെ കൈകളിൽ എത്തിയിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ബോക്സ് തുറന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്തിൽ കാണുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തത് പാലടയാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റാണ്. അത് ഈ ഓണത്തിന് ഞാൻ നന്നായിട്ട് തന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞു, അച്ഛൻ എനിക്കൊരു പാലട പാക്കറ്റ് വേണം. അപ്പോൾ അച്ഛൻ മറക്കാണ്ട് തന്നെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മീറ്റ് പിക്കിളാണ് കേട്ടോ ഇത് അമ്മയും അമ്മായിയും കൂടെ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സേഫാക്കിയിട്ട് തന്നെ അവർ അയച്ചു തന്നിട്ടുള്ളത്. കാരണം ബോട്ടിലിനുള്ളിൽ 2-3 കവറാക്കിയിട്ടാണ് അവർ അച്ചാർ അയച്ചു തന്നിട്ടുള്ളത്. ഫ്രിഡ്ജൊക്കെ ഇല്ലാത്തവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. കാരണം പെട്ടെന്ന് ആ ഒരു ഒറ്റ കവറിൽ നിന്ന് എടുക്കുക, പിന്നെ വീണ്ടും മറ്റേ കവറിൽ നിന്ന് എടുക്കുക, അങ്ങനെ ഒരു യൂസേജ് ഉണ്ടാവുമല്ലോ. എന്തായാലും ബോട്ടിൽ തുറക്കാൻ ഞാൻ കുറച്ചധികം പാടുപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഏറ്റവും സേഫായിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു. ഇങ്ങനെ കൊറിയറും എല്ലാം ചെയ്ത് വിടുന്ന സാധനങ്ങൾ, അച്ചാറുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഈ ഒരു ഐഡിയ നല്ല ഐഡിയ ആണ്. മീറ്റ് പിക്കിളിൻ്റെ ഈ ബോട്ടിൽ ഞാൻ തുറക്കാൻ കുറച്ചധികം പാടുപെട്ടു കേട്ടോ, അത് തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അവർ കവർ ചെയ്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇവിടെ എല്ലാം കീറിയിട്ട് അയക്കുകയാണ് ചെയ്തത്. അത് അഴിച്ചെടുത്ത് അവസാനം എങ്ങനെയല്ലോ പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ ഇൻസുലേഷൻ ടേപ്പ്. അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് ചുറ്റി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനത് അഴിച്ചെടുത്തപ്പോൾ തന്നെ അത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ല് വന്നായിരുന്നു. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന ആ സ്മെല്ല് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എടുത്തത് മിതുവേട്ടൻ്റെ ഫേവറേറ്റാണ്. ഇത് ഉണക്കസ്രാവാണ്. മഴ കാരണം 2 ദിവസമേ അവർക്ക് ഉണക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മിതുവേട്ടൻ്റെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെമ്മീൻ, ഉണക്കമീൻ അതെല്ലാം ഇവിടെ കിട്ടാൻ പ്രയാസമാണ് കേട്ടോ. പിന്നെ ഇടിയപ്പത്തിൻ്റെ പൊടിയും 2 പാക്കറ്റ് പുട്ടിൻ്റെ പൊടിയും ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ നല്ല കവർ ചെയ്തിട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസിൽ 2 ചിപ്സിൻ്റെ പാക്കറ്റ്, അതുപോലെ തന്നെ 2 മിക്സറിൻ്റെ പാക്കറ്റ്, 3 പപ്പടം, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടെ കുറച്ച് റേറ്റ് അധികമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇങ്ങനത്തെ സാധനത്തിനെല്ലാം ഇവിടെ കുറച്ച് റേറ്റ് അധികമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കിട്ടിയ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ എടുത്തത് ഫിഷ് പിക്കിളാണ് കേട്ടോ. ഇതും സെയിം അതുപോലെ തന്നെ കവർ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൻ്റെ കവറേ ഞാൻ അഴിച്ചിട്ടുള്ളൂ, ബോട്ടിൽ അഴിച്ചു നോക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അതും അതുപോലെ തന്നെ സേഫാക്കിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തത് ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞെട്ടിയതാണ്, സങ്കടമാണ്, സന്തോഷമാണ്, എന്താണെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഞാനിത് തേങ്ങ എനിക്ക് കൊടുത്ത് വിടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഈ കൊടുത്തു വിട്ടതിൽ ഈ തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ഉള്ള സങ്കടവും സന്തോഷവും എന്താ പറയേണ്ടതെന്ന് എനിക്കെന്നെ അറിയണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ഇത്രയും സാധനങ്ങളാണ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.